മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പരിപാടിയാണ് ബിഗ് ബോസ്. കഴിഞ്ഞ 6 സീസണുകളിലും ആ ജനപ്രീതി പ്രകടമായിരുന്നു. 7ാം സീസണിൽ എത്തി നിൽക്കുമ്പോഴും അതിനൊരു മാറ്റവുമില്ല. സീസൺ കൊടിയേറാൻ അധികം ദിവസം ബാക്കിയില്ല. അടുത്ത മാസം ആദ്യം പരിപാടി തുടങ്ങുമെന്നാണ് ലഭ്യമായ വിവരം. ഇതിനിടയിൽ മോഹൻലാലിന്റെ സാന്നിധ്യമുള്ള ചില പ്രോമോ പരിപാടികൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെയാവും ബിഗ് ബോസ് 7ാം സീസണിൽ മത്സര രംഗത്തുണ്ടാവുക എന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. വിവിധ ഓൺലൈൻ മാധ്യമങ്ങളും ബിഗ് ബോസ് റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സുമൊക്കെ ഇത്തരത്തിൽ സാധ്യതാ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബിഗ് ബോസ് മല്ലു ടോക്സ്. ഈ ചാനലിലൂടെ രേവതിയാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. ഇപ്പോഴിതാ ഈ വർഷത്തെ പരിപാടിയുടെ തുടക്കത്തെക്കുറിച്ചും നേരത്തെ പറഞ്ഞ പട്ടികയിൽ ചില മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് രേവതി. നേരത്തെ മത്സര രംഗത്തുണ്ടാവുക എന്ന് കരുതിയിരുന്ന 3 പേർ ഇക്കുറി ഉണ്ടാവില്ലെന്നാണ് രേവതി പറയുന്നത്. കൂടാതെ കോമണേഴ്സ് വേണ്ടിയുള്ള ഓഡിഷനെക്കുറിച്ചും രേവതി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. രേവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ആദ്യം പറയാനുള്ള നമ്മുടെ ലാലേട്ടൻ്റെ കാര്യമാണ്. ലാലേട്ടൻ സ്റ്റാർ സിംഗറിൽ വരാൻ പോകുന്നു. എന്തിനായിരിക്കും പുള്ളി വരുന്നത്? ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ചിനെ കുറിച്ച് ഈ പരിപാടിയിൽ ലാലേട്ടൻ പറയുമെന്നാണ് കരുതുന്നത്. അതിന്റെ ഷൂട്ടെല്ലാം ഏകദേശമായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓഗസ്റ്റ് 3-നായിരിക്കും ബിഗ് ബോസ് ഗ്രാൻഡ് ലോഞ്ച് നടക്കുക. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ 24/7 ലൈവായി കാണാവുന്നതാണ്. ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ചിലരൊക്കെ ഏകദേശം കൺഫേമായി. എന്നാലും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവസാനമേ അതിനെക്കുറിച്ച് ഞാൻ പറയുകയുള്ളൂ. എന്തായാലും ഇത്തവണയും ചെന്നൈയിൽ വെച്ചാണ് പരിപാടി നടക്കുക. 2-ാം തീയതി എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ കയറും. ഇനി അടുത്തത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കുറേ പേരുടെ പേരുണ്ടായിരുന്നു. അതിൽ ആരും കൺഫേം ആയിട്ടില്ല. അതിനിടയിൽ 3 പേർ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത്. അതിൽ ഒരാളാണ് അവന്തിക മോഹൻ. ഞാനില്ല ഇത്തവണ ബിഗ് ബോസിൽ എന്നാണ് പറഞ്ഞത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെയാൾ റോഷൻ ബഷീർ ആണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് പഴയ സീസണിൽ വിളിച്ചിരുന്നു എന്നാണ്. ഇപ്പോൾ താൻ ഇല്ലെന്നും പറയുന്നുണ്ട്. മൂന്നാമത്തെ ആള് രേഖ രതീഷാണ്. എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നാമതുണ്ടായിരുന്ന ആളാണ് രേഖ രതീഷ്. പഴയ സീസണുകളിൽ കോൺടാക്ട് ചെയ്തിരുന്നു. എന്നാലും രേഖ പോയിട്ടില്ല. പക്ഷേ ഈ സീസണിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. കോമണേഴ്സ് ഓഡിഷനാണ് അടുത്ത കാര്യം. ഇപ്പോൾ കേൾക്കുന്നത് ഒരു ഓഡിഷൻ കഴിഞ്ഞുവെന്നാണ്. സൂം കോൾ ഓഡിഷനാണ് കഴിഞ്ഞത്. മിക്കവാറും ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതൊക്കെ പൂർത്തിയാവും എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ആരൊക്കെയാണ് കോമണേഴ്സ് എന്ന് അവർ തീരുമാനിക്കും. ലക്ഷക്കണക്കിന് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും വിഷമിച്ചിട്ട് കാര്യമില്ല.